Hi all, welcome to Greenboard. Today we are discussing Chapter 1 Sets of Plus 1 NCERT syllabus. We are discussing Maths today. Chapter 1 Sets. In these days of conflict between ancient and modern studies, there must surely be something to be said for a study which did not begin with Pythagoras and will not end with Einstein, but is the oldest and the youngest. G.H. Hardy. G.H. ഹാർഡി എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ്റെ ഈ ഒരു കോട്ടിലൂടെയാണ് നമ്മുടെ ഈ പാഠം ചാപ്റ്റർ 1 സെറ്റ്സ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കോട്ട് വഴി അദ്ദേഹം എന്താണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്? ഇൻ ദീസ് ഡേയ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ആൻഷ്യൻ്റ് ആൻഡ് മോഡേൺ സ്റ്റഡീസ്, നമ്മുടെ മാത്തമാറ്റിക്സിൽ എന്നും എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാത്സ് തിയറീസ് നോളജ് വെച്ചിട്ട് പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പുതിയ ടെക്നോളജീസ് ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അണ്ടർലൈയിങ് മാത്സ് തിയറീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അണ്ടർലൈയിങ് മാത്സിലെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ തിയറീസ്, അതിനെയാണ് ഇവിടെ ആൻഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. മോഡേൺ സ്റ്റഡീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, പുതിയ തിയറീസ്, പുതിയ അപ്ലിക്കേഷൻസ്, പുതിയ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെയാണ് മോഡേൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, പഴയതിൽ നിന്നും പുതിയതിലേക്ക് എത്താനുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഓക്കെ, ഒരു ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ഇൻ ദീസ് ഡേയ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ആൻഷ്യൻ്റ് ആൻഡ് മോഡേൺ സ്റ്റഡീസ്, അപ്പോൾ അങ്ങനെയുള്ള പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഇടയിലുള്ള ആ ബുദ്ധിമുട്ടിനിടയിൽ ദർ മസ്റ്റ് ഷുവർലി ബി സംതിങ് ടു ബി സെഡ് ഫോർ എ സ്റ്റഡി, എന്തെങ്കിലും ഒരു സാധനം ഷുവറായിട്ടും വേണം, ടു ബി സെഡ് ഫോർ എ സ്റ്റഡി, പഠിക്കാനായിട്ട് വേണം, വിച്ച് ഡിഡ് നോട്ട് ബിഗിൻ വിത്ത് പൈതഗോറസ് ആൻഡ് വിൽ നോട്ട് എൻഡ് വിത്ത് ഐൻസ്റ്റീൻ, പൈതഗോറസിൽ നിന്നും തുടങ്ങാത്ത, ഐൻസ്റ്റീനിൽ ചെന്നും അവസാനിക്കാത്ത കുറച്ച് ഈസിയായ എന്തെങ്കിലും ഈ കോൺഫ്ലിക്റ്റിനിടയിൽ മാത്സിൽ പഠിക്കാനായി വേണം. ബട്ട് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് യങ്ങസ്റ്റ്, എന്നാൽ അത് പഴയതുമായിരിക്കണം, പുതിയതുമായിരിക്കണം, പണ്ട് നിലനിൽക്കുന്നതുമായിരിക്കണം, എന്നാൽ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. ഓക്കെ, ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ആപ്റ്റായിട്ടുള്ളൊരു കോട്ട് തന്നെയാണിത്. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന മാത്സ് തിയറീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേ മാത്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പാഠമാണ്, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആകെ ഒരു ഇക്വേഷനാണ് വരുന്നത്, അത് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ലോജിക്കൽ തിങ്കിങ് വെച്ചിട്ട് നമുക്ക് ചിന്തിച്ച് എഴുതാവുന്ന അല്ലെങ്കിൽ കണ്ട് എഴുതാവുന്ന ചാപ്റ്ററാണിത്. ഓക്കെ, പബ്ലിക് എക്സാമിനായാൽ പോലും ഇതങ്ങനെ അധികം റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുറേ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ട് പോവേണ്ട മാത്രം പാടുള്ളൊരു പാടല്ല അത്. ഓക്കെ, വെറും എക്സാംസിനായാൽ പോലും, ഓൺ എക്സാം, ക്രിസ്മസ് എക്സാമിനൊക്കെ ആയാൽ പോലും നമുക്കിത് റിവൈസ് ചെയ്യാതെ പോകാനായിട്ട് പറ്റും. പക്ഷേ നമുക്കിതിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാനും പറ്റും, അത്ര ഈസിയാണ്. ആകെ ഒരു ഇക്വേഷനേ വരുന്നുള്ളൂ, അതൊരു 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കും, അത്രയും ഈസിയാണ്. ഓക്കെ, ജോർജ് കാൻഡർ, ഫാദർ ഓഫ് ഇൻഫിനിറ്റി. അപ്പോൾ ജോർജ് കാൻഡർ, ശ്രീനിവാസ രാമാനുജൻ, ജോൺ വില്യംസ്, ഇങ്ങനെ 3 പേരെ കൂടി ഒന്നിച്ചാണ് നമ്മൾ ഫാദർ ഓഫ് ഇൻഫിനിറ്റി എന്ന് വിളിക്കുക. ഒറ്റയ്ക്ക് ഒരാൾക്കല്ല പേര് കൊടുത്തിരിക്കുന്നത്, പല രീതിയിലും ഇവർ 3 പേരെ നമുക്ക് ഇൻഫിനിറ്റി എന്ന് വിളിക്കാൻ സാധിക്കും. ഇൻഫിനിറ്റി എന്നതിൻ്റെ സിമ്പൽ കണ്ടുപിടിച്ചത് ജോൺ വില്യംസ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ്. മാത്രമല്ല, മാത്സിലെ നമ്പേഴ്സിനാണല്ലോ നമ്മൾ ഇൻഫിനിറ്റി പറയാവുന്നത്, എണ്ണിയാലും തീരാത്ത അത്രയും ഇങ്ങനെ ഇലാബറേറ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും, അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുക. പക്ഷേ നമ്പേഴ്സിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും, ഇവൺ സെറ്റിലായാൽ പോലും ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ് ജോർജ് കാൻഡർ. അദ്ദേഹമാണ് ഈ സെറ്റ് തിയറി കണ്ടുപിടിച്ചത്. ഇപ്പോൾ BSc മാത്തമാറ്റിക്സിലാണെങ്കിലും MSc മാത്തമാറ്റിക്സിലാണെങ്കിലും നമുക്ക് കാൻഡേഴ്സ് തിയറം, ഡി മോർഗൻസ് ലോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഓക്കെ, മാത്രമല്ല ശ്രീനിവാസ രാമാനുജൻ, അദ്ദേഹം കൂടി, അത് നമ്മുടെ ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്, അദ്ദേഹം കൂടി ഫാദർ ഓഫ് ഇൻഫിനിറ്റി എന്നറിയപ്പെടുന്നു. ഓക്കെ, ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി, അങ്ങനെയാണ് നമ്മൾ ശ്രീനിവാസ രാമാനുജനെ വിളിക്കുക. ഓക്കെ, 1729 രാമാനുജൻ നമ്പർ. ഓക്കെ, അങ്ങനെ കുറച്ച് പ്രത്യേകതകളുള്ള മാത്തമാറ്റീഷ്യനാണ് സാർ ശ്രീനിവാസ രാമാനുജൻ. നമ്മുടെ ഈ പാഠത്തിലെ സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത്
ജോർജ് കാൻഡർ എന്ന് പറയുന്ന ഈ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ്. ഓക്കെ, സെറ്റ് തിയറിയിൽ വരുന്ന നൊട്ടേഷൻസ് ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, എലമെൻറ്റ്, സബ്സെറ്റ്, നോട്ട് ആൻ എലമെൻറ്റ്, നൾ സെറ്റ്, നോട്ട് എ സബ്സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കാണുന്ന ബുദ്ധിമുട്ടില്ല, വളരെ ഈസിയാണ്. യൂണിയൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് സാധനത്തെ ഒരുമിപ്പിക്കാം. അപ്പോൾ നമ്മൾ നോർമലി 1 അതുപോലെ 2 ഇവരെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 1 പ്ലസ് എന്ന് പറയുന്ന ഒരു സൈനാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? ഇവിടെ രണ്ട് സെറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിയൻ സൈനാണ് ഉപയോഗിക്കുക. നമ്മൾ ആ രണ്ട് സെറ്റിനെ യൂണൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു അർത്ഥം. അപ്പോൾ സെറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് എ സെറ്റ്? എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, കൃത്യമായി വേർതിരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യതയോടുകൂടി കളക്ട് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം സാധനങ്ങൾ, അതാണ് സെറ്റ് എന്ന് പറയുന്നത്. ആ സെറ്റിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് വരാം, ആൽഫബറ്റ്സ് വരാം, വേർഡ്സ് വരാം, സെൻറ്റൻസുകൾ വരാം, എന്ത് വേണമെങ്കിലും വരാം. നമ്മൾ ഈ പാഠത്തിൽ കൂടുതലും ആദ്യമൊക്കെ കുറച്ച് ലെറ്റേഴ്സും പിന്നീട് അങ്ങോട്ട് നമ്പേഴ്സാണ് കാണാൻ പോകുന്നത്. പക്ഷെ അത് മാത്രമല്ല, സെൻറ്റൻസുകൾ വരാം, വാക്കുകൾ വരാം, വേർഡ്സ് വരാം, ഒബ്ജക്ട്സ് വരാം, എന്ത് വേണമെങ്കിലും നമുക്കൊരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അത്രയേ ഉള്ളൂ. പക്ഷെ എന്താണ് അതിൻ്റെ ഉള്ളിലെ സാധനം എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് പറയാനായിട്ട് പറ്റണം. ഇത് വേർഡ്സ് ആണ്, ഇത് പൂക്കളുടെ പേരുകളാണ്, ഇത് ചെടികളുടെ പേരുകളാണ്, അല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് ആണ്. അങ്ങനെ എന്താണ് ആ കൂട്ടത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ടൊരു ഉത്തരം വേണം. അതുകൊണ്ടാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറയാൻ സാധിക്കണം. പിന്നെ സെറ്റിന് നമ്മൾ പേരുകൾ കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു ട്രയാങ്കിളിന് ട്രയാങ്കിൾ ABC എന്നൊക്കെ പേര് കൊടുക്കുന്ന പോലെ ഒരു സെറ്റ്, അത് നമ്മൾ കേളി ബ്രാക്കറ്റിലാണ് എഴുതുക. ഓക്കെ, റൈറ്റ് സൈഡിൽ എക്സാമ്പിൾ കാണാം. ബ്രാക്കറ്റ് ഇടും, 1 2 3 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, അപ്പോൾ അതൊരു സെറ്റായി. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആ സെറ്റിന് നമ്മൾ സെറ്റ് A, സെറ്റ് B, സെറ്റ് C അങ്ങനെയൊക്കെയാണ് പേരുകൾ കൊടുക്കുക. അപ്പോൾ സെറ്റിൻ്റെ നെയിം നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം കൊടുക്കാൻ. ഓക്കെ, പിന്നെ സെറ്റിൻ്റെ ഉള്ളിൽ ഓരോ ആളുകളെയും, അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സെറ്റ് 1 2 3 4 അതാണ് ഒരു സെറ്റ് എന്നുണ്ടെങ്കിൽ അതിൽ 1 2 3 4 ഇവരാണല്ലോ അത് ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ. അവരെ നമ്മൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കും. കൂടുതൽ നമ്മൾ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക, പക്ഷേ മെമ്പേഴ്സ് എന്നും ഒബ്ജക്ട്സ് എന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു സെറ്റിന് നോ ഓർഡർ ആൻഡ് നോ റിപ്പീറ്റേഷൻ. ഇറ്റ് മേക്സ് ദ സെറ്റ് മോർ ഈസി. ഓക്കെ, ഒരു സെറ്റ് എഴുതുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഓർഡറോ അല്ലെങ്കിൽ റിപ്പീറ്റേഷനോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സെറ്റ് എഴുതൽ കുറച്ചും കൂടി ഈസിയാണ്. എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 4 അല്ലേ, ഇതിന് നമുക്ക് വേണമെങ്കിൽ 4 3 2 1 4 1 2 3 3 4 2 1 അങ്ങനെ പല ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. അങ്ങനെ എല്ലാം എഴുതിയാലും ആ ആൻസർ ശരിയാണ്. മാത്രമല്ല റിപ്പീറ്റേഷൻ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ 1 1 2 2 3 3 3 4 4 അങ്ങനെയാണെങ്കിൽ പോലും 1 എത്ര ഒന്നുകളുണ്ട്, 1 എന്ന് പറഞ്ഞൊരു സാധനം അതിലുണ്ട് എന്ന് കാണിക്കാൻ ഒരൊറ്റ ഒന്നിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ 2 2 2 അത്രയുണ്ടെങ്കിൽ പോലും 2 എന്നൊരു സാധനം ഉണ്ട് എന്ന് കാണിക്കാൻ ഒരു 2ൻ്റെ ആവശ്യമുള്ളൂ. 3 അതുപോലെ തന്നെ 4. ഓക്കെ, എത്ര എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ ആ എണ്ണം അത്രയും പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. ഇങ്ങനെ ഒരു സാധനം ആ സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം അത് ഏതാണോ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതാണോ എലമെൻറ്റ് അതൊന്ന് ഡിനോട്ട് ചെയ്യും, അത്രയേ നമ്മൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സെറ്റിൽ ഓർഡറോ റിപ്പീറ്റേഷനോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ തെറ്റാനുള്ള സാധ്യതയും കുറവാണ്. ഇപ്പം 3 എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയപ്പോൾ തെറ്റിപ്പോയി, അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. 3 എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിൽ 3 എഴുതാം. ഓക്കെ, അത് എത്ര വട്ടം എന്നത് നമ്മളെ ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സെറ്റ് ഹാസ് നോ റിപ്പീറ്റേഷൻ ആസ് വെൽ ആസ് നോ ഓർഡർ. അതുപോലെ ഒരു സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അവയാണ് സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റോസ്റ്റർ ഫോം. ഓക്കെ, ഒരു സെൻറ്റൻസ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ചോദ്യം രൂപത്തിൽ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ല എങ്കിലും ഒരു ചോദ്യം രൂപത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് സെറ്റ് ബിൽഡർ ഫോമാണ്. സെറ്റിനെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമാണ്. ഇല്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ആ സെൻറ്റൻസിന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ പറ്റും, ആ സെൻറ്റൻസിൻ്റെ ഉത്തരത്തെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ കളേഴ്സ് ഇൻ റെയിൻബോ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് സെറ്റ് ബിൽഡർ ഫോമാണ്. റെയിൻബോ മഴവില്ലിലുള്ള കളറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ബിൽഡർ ഫോമാണ്. ആ മഴവില്ലിലുള്ള കളറുകൾ എന്ന വാക്കിന് നമുക്ക് ആ ഒരു വരിക്ക് നമുക്ക് എന്തുണ്ട്, ഒരു ഉത്തരമുണ്ട്. കളറുകൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്.
അങ്ങനെ ആ ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ ഈ 7 കളേഴ്സ് നമ്മൾ കോമയിട്ട് എഴുതുകയാണെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ റോസ്റ്റർ ഫോമായി. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസ് ആയിട്ട് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു ഉത്തരമുള്ള കാര്യത്തിന് എഴുതുമ്പോൾ അത് സെറ്റ് ബിൽഡർ ഫോമാണ്. ആ ഉത്തരത്തെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ആ സാധനങ്ങൾ എന്ന് നമ്മൾ കോമയിട്ട് എടുത്തെടുത്ത് എഴുതുകയാണെങ്കിൽ അത് റോസ്റ്റർ ഫോമായി മാറും. ഇനി റൈറ്റ് സൈഡിൽ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞൊരു 4 സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവരെ നമ്മൾ മാത്സിലുടനീളം അങ്ങനെ പറഞ്ഞാൽ +1 ചാപ്റ്റർ 1 മുതൽ +2 ലാസ്റ്റ് ചാപ്റ്റർ വരെ നമ്മൾ കാണാൻ പോകുന്ന സെറ്റുകളാണ് ഇവർ. സെറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററിലും സെറ്റിൻ്റെ ഡെഫിനിഷൻസ് എന്തായാലും വരും. ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു സെറ്റ് ഫോമിലായിരിക്കും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ n എന്ന് പറയുന്ന അത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ആണ്. n വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന നമ്പേഴ്സ് 1 2 3 4 5 6 അങ്ങനെ പോകുന്ന ആ ഒരു സെറ്റ് ഇനിയും ഉണ്ട് എന്ന് കാണിക്കാനാണ് 4 കഴിഞ്ഞ് നമ്മൾ ഡോട്ട് ഇട്ടിരിക്കുന്നത്. കാരണം 100 വരെ എഴുതിയാലും സെറ്റ് തീരില്ലല്ലോ, പിന്നെ 101 102 അങ്ങനെ പോവില്ലേ. അപ്പോൾ കുറേ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് സെഡ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. സെഡ് അല്ലെങ്കിൽ ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കോമൺലി നമ്മൾ ഉപയോഗിക്കുക സെഡ് തന്നെയാണ്. ഓക്കെ, അധികവും സെഡാണ് ഉപയോഗിക്കുക. പക്ഷേ റയറായിട്ട് ചില ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഐയും ഉപയോഗിക്കാറുണ്ട്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ്, 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് ഇവരുടെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഇതിൽ വരും. മാത്രമല്ല അവരെല്ലാവരും നെഗറ്റീവ് സൈൻ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, അവരും വരും. പോരാത്തതിന് 0യും വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുക 2/3 അല്ലെങ്കിൽ ഡെസിമൽ ഫോമിൽ എഴുതുക എന്നും പറയാം. അങ്ങനെ പറഞ്ഞാൽ 2.5 1.3 അങ്ങനെ എഴുതുന്ന നമ്പേഴ്സ്. ഓക്കെ, അത് തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും 0യും വരും. അങ്ങനെ പറഞ്ഞാൽ 0നെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാമല്ലോ. എങ്ങനെയാണ് നമ്മൾ 0നെ ഫ്രാക്ഷനായിട്ട് എഴുതുക, 0/1. ഓക്കെ, അങ്ങനെ എഴുതുന്ന സെറ്റ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഡെസിമൽസ് അവരെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി ഇവരുടെ എല്ലാവരുടെയും കൂട്ടം അതിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്കറിയാവുന്ന എല്ലാ നമ്പേഴ്സും നിലവിൽ, ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സംഭവം വരും, അതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ നമ്പേഴ്സും തന്നെ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് അങ്ങനെ √2 √3 അതേപോലത്തെ നമ്പേഴ്സ് ഉണ്ടല്ലോ അവരും ഉൾക്കൊള്ളുന്നതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലൂടെ കുറച്ചും കൂടിയും ടേംസ് ഉണ്ട്. നമ്മുടെ സെറ്റ് തിയറിയിൽ വരുന്ന കുറച്ച് ടേംസും പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സെറ്റ് അതാണ് യൂണിവേഴ്സൽ സെറ്റ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ സെറ്റ്. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ നേച്ചർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇവരെല്ലാം ഈ പിക്ചേഴ്സിലുള്ള എല്ലാവരും തന്നെ നേച്ചറിലെ ആളുകളാണ് അല്ലേ. അപ്പോൾ ഇവർ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ നേച്ചർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് വരുന്നത്, സൺഫ്ലവർ, ലവ് ബേർഡ്, ഒരു കൈൻഡ് ഓഫ് സ്പാരോ ആണ്, കുരുവിയുടെ തന്നെ ഒരു വെറൈറ്റി ആണത്. അപ്പോൾ സ്പാരോ, ഗ്രേപ്പ്, ഓറഞ്ച്, ലോട്ടസ്, ആപ്പിൾ, പോലെ പാരറ്റിൻ്റെ തന്നെ യെല്ലോ. ഓക്കെ, യെല്ലോ വെറൈറ്റി ഓഫ് പാരറ്റ്. ഓക്കെ, അതാണത്, ആ സ്പീഷീസാണ്. ഓക്കെ, അപ്പോൾ പാരറ്റ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനം, ഈ കുറച്ച് പിക്ചേഴ്സ് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുണ്ട്. എന്താ, ഇതെല്ലാവരും പ്രകൃതിയിലുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ നേച്ചർ അതാണ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ സെറ്റ് ഏതാണോ അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയതിനെയല്ല നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലുത് അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ യു വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പക്ഷേ ഇതിനെ കുറച്ചും കൂടിയും ഭംഗിയായിട്ട് തരംതിരിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇതിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, പൂക്കൾ, കിളികൾ, അതുപോലെ ഫ്രൂട്ട്സ്, പഴങ്ങൾ, അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ നാച്ചുറലുള്ള ഈ എലമെൻസിനെ തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ, 3 ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ, ഗ്രേപ്പ്, ഓറഞ്ച് എന്ന് എഴുതാം. അതുപോലെ ഒരു 2 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൺഫ്ലവർ, ലോട്ടസ് എഴുതാം. അതുപോലെ ബേർഡ്സ് ഒരു 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്, സ്പാരോ ആൻഡ് പാരറ്റ് നമുക്ക് എഴുതാൻ പറ്റും.
അങ്ങനെ നമ്മൾ തരംതിരിച്ച് ഒന്നും കൂടിയും ആ യൂണിവേഴ്സൽ സെറ്റിനെ സബ് ഗ്രൂപ്പുകളാക്കി മാറ്റുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ്സ്. ഓക്കെ, ഏറ്റവും വലുത് സെറ്റാണല്ലോ യൂണിവേഴ്സൽ സെറ്റ്. അപ്പം അതിൽ നിന്നുണ്ടാക്കുന്ന സബായിട്ടുള്ള ഗ്രൂപ്പുകളെ നമ്മൾ സബ് സെറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവരുടെ റോസ്റ്റർ ഫോം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമും റൈറ്റ് ഹാൻഡ് സൈഡിൽ അവരുടെ തന്നെ റോസ്റ്റർ ഫോമും നമുക്ക് കാണാം. ഫ്ലവേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂന്നുണ്ടെങ്കിൽ അതെന്താണ്, സെറ്റ് ബിൽഡർ ഫോമാണ്. കാരണം ഫ്ലവേഴ്സ് എന്ന ഒരു വാക്കിന് കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിനൊരു ഉത്തരമുണ്ട് ഏതൊക്കെയാണ് ആ ഫ്ലവേഴ്സ്. സൺഫ്ലവറും ലോട്ടസും ആണ് ആ ഫ്ലവേഴ്സ്. അപ്പോൾ സൺഫ്ലവർ ലോട്ടസ് എന്ന് എഴുതുകയാണെങ്കിൽ അത് റോസ്റ്റർ ഫോമായി. അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ അത് സെറ്റ് ബിൽഡർ ഫോമാണ്. കാരണം ഫ്രൂട്ട്സ് എന്ന വാക്കിന് കുറച്ചും കൂടി നമ്മളോട് പറയാനുണ്ട് ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്സ് എന്ന്. അപ്പോൾ നെയിം ബൈ നെയിം, ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, അങ്ങനെ നമ്മൾ എടുത്തെഴുതുകയാണെങ്കിൽ അത് റോസ്റ്റർ ഫോമായി. സിമിലർലി ഫോർ ബേർഡ്സ് it is a set builder form, and when we write it as parrot, lovebird and sparrow, it will become its roster form. Okay, ഇനി ഇതിൽ തന്നെ നോ റിപ്പീറ്റേഷൻ ആസ് വെൽ ആസ് നോ ഓർഡർ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ സൺഫ്ലവറും അതുപോലെ ലോട്ടസും വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ സൺഫ്ലവേഴ്സ്, ഒരു 4 സൺഫ്ലവറും ഒരു 3 ലോട്ടസും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് ആ ഫ്ലവർ വേസിൽ ഏതൊക്കെ പൂക്കളുണ്ടെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് എന്തൊക്കെ പറയാം, സൺഫ്ലവർ ലോട്ടസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോട്ടസ് സൺഫ്ലവർ, ഇതിൽ ഏത് വേണേലും പറയാമല്ലോ, രണ്ടും ശരിയല്ലേ. അപ്പോൾ നോ റിപ്പീറ്റേഷൻ. ഓക്കെ, ആദ്യം സൺഫ്ലവർ പറയാം അല്ലെങ്കിൽ ആദ്യം ലോട്ടസ് പറയാം, നമ്മുടെ താല്പര്യം. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ പൂക്കളുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ലോട്ടസേ ഉള്ളൂ, എത്ര എണ്ണം എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ 5 സൺഫ്ലവർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ്, സൺഫ്ലവർ എന്നൊരു പൂവ് ആ ഫ്ലവർ വേസിലുണ്ട് എന്ന് കാണിക്കാൻ ജസ്റ്റ് സൺഫ്ലവർ എന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. ലോട്ടസ് എന്നൊരു പൂവ് അതിലുണ്ട് എന്ന് കാണിക്കാൻ ജസ്റ്റ് ലോട്ടസ് എന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. 3 ലോട്ടസ് ഉണ്ടെങ്കിൽ ലോട്ടസ് 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 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ കുറേ പഴങ്ങൾ വെച്ചിട്ടുണ്ട്, ഒരു ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ഗ്രേപ്പ്, ഇവർ 3 പേരും ഉൾക്കൊള്ളുന്ന ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ് അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരാൾ ആദ്യം ഗ്രേപ്പ് ആവും കണ്ടേ, അപ്പോൾ അദ്ദേഹം പറയും ഗ്രേപ്പ്, ഓറഞ്ച്, ആപ്പിൾ, രണ്ടും ശരിയാണ്. ഓക്കെ, നോ ഓർഡർ. അതുപോലെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഉണ്ടാവും, 2 കൊല ഗ്രേപ്പുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഗ്രേപ്പ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ, നമ്മൾ എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് നൊട്ടേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഡിനോട്ട് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ, അതിൻ്റെ എണ്ണം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കോമിട്ട് അല്ലെങ്കിൽ ഗ്രേപ്പ് എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് എത്ര എണ്ണം ഏതൊക്കെയാണ് ആ സാധനങ്ങളെന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഗ്രേപ്പ്, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, സിമിലർലി ഫോർ ബേർഡ്സ്, ഇപ്പോൾ അവിടെ ഒരു കൂട്ടം പാരറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ പാരറ്റ് എന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. കുരുവികൾ, സ്പാരോസ് കൂടുതൽ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് കാണാറ് അല്ലേ. അപ്പോൾ അതുപോലെ ലവ് ബേർഡ്സ് ആണെങ്കിലും ഒരു കൂട്ടിൽ കുറേ ലവ് ബേർഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലവ് ബേർഡ്സ് എന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പാരറ്റ് അല്ലെങ്കിൽ സ്പാരോ അങ്ങനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഓർഡറിന് നോ ഇമ്പോർട്ടൻസ്, നോ സിഗ്നിഫിക്കൻസ് ഫോർ ഓർഡർ ആസ് വെൽ ആസ് റിപ്പീറ്റേഷൻ. ഇനി നമുക്ക് ഡെയിലി ലൈഫിലുള്ള സെറ്റിൻ്റെ ഒരു 1-2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് സെറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് 2 എണ്ണം കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ വരുന്നത് ഒരു മെസ്സി വേഴ്സസ് എ ടൈഡി റൂമാണ്. ഓക്കെ, ആദ്യത്തെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ സാധനങ്ങൾ നമ്മൾ വലിച്ചു വാരിട്ടിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് മെസ്സി. ഓക്കെ, അവിടെ ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിനൊരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാം അല്ലേ. താഴെയാണെങ്കിലും അതേ സാധനങ്ങൾ തന്നെയാണ് അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത്, അതും എന്ത് തന്നെയാണ്, ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ഇതിൽ എന്തൊക്കെയാണ് ആ ഷെൽഫിലുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ഓൾ ക്ലോത്ത്സ്, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല, കാരണം ഒന്നും ഓർഡേർഡ് അല്ല, ഒന്നും ഓർഗനൈസ്ഡ് അല്ല. അതുകൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ഓൾ ക്ലോത്ത്സ് അത്രേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ഇൻ എ ക്ലോത്ത് ഷെൽഫ്. ഓക്കെ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ഇൻ എ വാർഡ്രോബ്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സെക്കൻഡ് വണ്ണിൽ നമ്മളതെല്ലാം തരം തിരിച്ച് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് ക്ലോത്ത്സ് എല്ലാം ഓർഗനൈസ്ഡ് ആക്കി വെച്ചപ്പോൾ നമുക്ക് അവരെ തന്നെ കുറച്ചുകൂടി ഗ്രൂപ്പ് ചെയ്ത് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പിക്ചറിൽ നോക്കുകയാണെങ്കിൽ സെയിം സംഭവം തന്നെ എന്താണ്, ഇത്തിരി ഓർഗനൈസ്ഡ് ആയി വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ചധികം സബ്സെറ്റ്സിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഹാങ്ങറുമ്പോൾ കുറേ ക്ലോത്ത്സ് അവർ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഗ്രൂപ്പിനെ മാത്രം എന്ത് പറയാം, അപ്പം നമ്മുടെ സബ്സെറ്റ് 1 എന്താ വരുന്നത്, സെറ്റ് ഓഫ് ഓൾ clothes in the hanger. Then the next one,
താഴെ ഷൂസ് കുറേ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡ് പിക്ചറിൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ഷൂസ്. ഓക്കെ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ചപ്പൽസ്. ദെൻ താഴെയായിട്ട് കുറച്ച് ക്ലോത്ത്സ് മടക്കി വെച്ചിട്ടുണ്ട് ഹാങ്ങറിന് തൊട്ട് താഴെയായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ഫോൾഡഡ് ക്ലോത്ത്സ്. മുകളിലായിട്ട് കുറച്ച് ബ്ലാങ്കറ്റ്സ് ആൻഡ് ക്യാപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ബ്ലാങ്കറ്റ്സ്. പിന്നെ സെറ്റ് ഓഫ് ഓൾ ക്യാപ്സ്. ഓക്കെ, അതുപോലെ ഡോറുമേ ഒരു റോഡ് ഉണ്ട്, അതിൽ അംബർല, ബെൽറ്റ് ആൻഡ് ടൈ, അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? സെറ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ ഡോർ റോഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് തരംതിരിക്കാം. അതുപോലെ തന്നെ അവിടെ ഒരു ടോയുടെ ബോക്സ് വീണ് കിടക്കുന്നത് കാണാം ഫസ്റ്റ് പിക്ചറിൽ. മാത്രമല്ല അതിലെ ടോയ്സ് എല്ലാം എല്ലാവിടെയും ഷാറ്റേഡ് ആണ്. ഓക്കെ, പക്ഷേ സെക്കൻഡ് പിക്ചറിൽ അതെല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് ആ ടോയ് ബോക്സ് നമ്മുടെ ക്രാഡിലിനടുത്തായിട്ട് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ഒരു ടോയ് ബോക്സിനെ സെറ്റ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ടോയ്സ് ഇൻ ദ റൂം അല്ലേ? അതല്ലേ ആ ടോയ് ബോക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ടോയ്സ് അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ അതൊരു സബ്സെറ്റായി മാറി. മാത്രമല്ല ഫസ്റ്റ് പിക്ചറിൽ കുറേ ബുക്സ് ഷാറ്റേഡായി കിടക്കുന്നത് കാണാം. പക്ഷേ സെക്കൻഡ് പിക്ചറിൽ ആ ബുക്സ് കാണാനില്ല. മിക്കവാറും മോസ്റ്റ്ലി അത് ഈ ഒരു ബെഡിനടുത്തുള്ള ഷെൽഫിൽ വരാനാണ് സാധ്യത. അപ്പോൾ ആ ബെഡിനടുത്തുള്ള ഷെൽഫിന് നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ബുക്സ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് തരം തിരിച്ച് ഇതിൽ നിന്നും കുറേ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. ആദ്യത്തേതിൽ നിന്നും സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, പക്ഷേ നമുക്കത് കണ്ട് മനസ്സിലാക്കാനായിട്ട് പാടാണ്. പക്ഷേ സെക്കൻഡ് വണ്ണിൽ ആ റൂം ടൈഡി ആക്കിയപ്പോൾ അല്ലെങ്കിൽ നീറ്റായി വെച്ചപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ സെക്കൻഡ് പിക്ചറാണ് നമുക്ക് സബ് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പോൾ എന്തൊരു സാധനത്തിന് ഓർഗനൈസ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കിട്ടുന്ന പോലെ തരം തിരിച്ച് വെച്ചാൽ അവരെല്ലാവരും എന്തായി മാറും? സെറ്റുകളായി മാറും. ആ എല്ലാ സെറ്റുകളും കൂടി എന്തുണ്ടാവും? ഒരു വലിയൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. ഓക്കെ, ആ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മൾ എന്ത് പറയും? സബ്സെറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എ നീറ്റ് ഓർ എ മെസ്സി ആൻഡ് എ ടൈഡി കിച്ചൺ സിങ്ക്, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ജസ്റ്റ് ഒരു മീൽ പ്രിപ്പറേഷന് ശേഷം, ജസ്റ്റ് ആഫ്റ്റർ എ മീൽ പ്രിപ്പറേഷൻ നമ്മുടെ കിച്ചണൊക്കെ അങ്ങനെയായിരിക്കും, മെസ്സി ആയിരിക്കും. പിന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം ഒരു സൈഡിൽ, സ്പൂണുകളെല്ലാം ഒരു സൈഡിൽ, വെസൽസ് വലിയ പാത്രങ്ങൾ, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വേറെ സൈഡിൽ. അതിൽ തന്നെ പ്ലേറ്റ്സിൽ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ്, പിന്നെ അധികം ഉപയോഗിക്കാത്ത ക്രോക്കറി ഐറ്റംസ് വേറെ, അങ്ങനെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ അങ്ങനെ ഓർഗനൈസ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ദ സെക്കൻഡ് പിക്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിലെല്ലാം വളരെ മെസ്സിയാണ്. പ്ലേറ്റ്സ് എല്ലാം സിങ്കിലുണ്ട്, കുറേ നമ്മൾ രണ്ട് സൈഡിലായിട്ട് റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് വണ്ണിൽ അവ സിങ്കിലെ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി എന്നിട്ട് രണ്ട് റാക്കിലും ഓർഗനൈസ്ഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സൈഡ് ആ വൈറ്റ് പ്ലേറ്റ്സിനെ നമുക്ക് എന്ത് പറയാം? അതെല്ലാം കണ്ടിട്ട് ക്രോക്കറി പ്ലേറ്റ്സ് പോലെ ഉണ്ട് അല്ലേ? വീണാൽ ഉടയുന്ന ടൈപ്പ് പ്ലേറ്റുകളെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ക്രോക്കറി ഐറ്റംസ്. ഓക്കെ, ദെൻ തൊട്ടപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് അവരുടെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഡെയിലി യൂസിങ് പ്ലേറ്റ്സ്. അതിൽ തന്നെ വലിയ പാത്രങ്ങളുണ്ടല്ലോ, കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ വെസൽസ്. അവരെ രണ്ടുപേരും ഒന്നിച്ച് നമുക്ക് സെറ്റ് ഓഫ് ഓൾ വെസൽസ് എന്ന് പറയാം. മാത്രമല്ല കുറേ കപ്പുകളുണ്ട്, ആ കപ്പുകളെല്ലാം നമ്മൾ ഒന്നിച്ച് കപ്പ് സ്റ്റാൻഡിൽ വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ കപ്സ് എന്ന് പറയാം. അതിൽ തന്നെ ഒരു ഗ്രീൻ മഗ്ഗിൽ കുറച്ച് സ്പൂൺസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ സ്പൂൺസ് എന്ന് പറയാം. അപ്പോൾ ആ ഹോൾ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ സെറ്റാണ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സബ്സെറ്റ്സ് ഉണ്ടാക്കാം? സെറ്റ് ഓഫ് ഓൾ കപ്സ്, സെറ്റ് ഓഫ് ഓൾ ക്രോക്കറി ഐറ്റംസ്, സെറ്റ് ഓഫ് ഓൾ സ്പൂൺസ്, സെറ്റ് ഓഫ് ഓൾ വെസൽസ്, സെറ്റ് ഓഫ് ഓൾ ക്ലീനിങ് ഐറ്റംസ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം അല്ലേ? ഡിഷ് വാഷർ, സ്ക്രബ്ബർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്ലോത്ത് ഉണ്ട്. അവരെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് സെറ്റ് ഓഫ് ഓൾ ക്ലീനിങ് ഐറ്റംസ് എന്ന് പറയാം. ഓക്കെ, ഇവരെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുക. ഇതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പം നമ്മുടെ ബുക്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമ്മളെല്ലാ ബുക്കും കൂടി ഒരു ഹീപ്പായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അവരെ ഓർഗനൈസ്ഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അവരെ ക്ലാസിഫൈ ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ ടെക്സ്റ്റ് ബുക്സ്, സെറ്റ് ഓഫ് ഓൾ നോട്ട് ബുക്സ്, സെറ്റ് ഓഫ് ഓൾ റെക്കോർഡ്സ്, അങ്ങനെ മൂന്നായി തരംതിരിക്കാം. അപ്പോൾ ഹോൾ ബുക്ക് ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ 3 സബ്സെറ്റ്സ് കണ്ടുപിടിച്ചു: സെറ്റ് ഓഫ് ഓൾ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. ഇനി ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് മാത്രം തന്നെ എന്താണ്? ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. ടെക്സ്റ്റ് ബുക്കുകളെ മാത്രം നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റായി കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ സയൻസ് ബുക്സ് അല്ലേ? അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉള്ളവർക്കാണെങ്കിൽ ബയോളജി, ഇല്ല കമ്പ്യൂട്ടർ ഉള്ളവർക്കാണെങ്കിൽ കമ്പ്യൂട്ടർ, അത്രയും വരും. ഇനി മാത്രമല്ല നെക്സ്റ്റ് വൺ സെറ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് ബുക്സ് അല്ലേ? ലാംഗ്വേജ് ഉണ്ടാവും നമുക്ക്, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, സാൻസ്ക്രിറ്റ്, മലയാളം എക്സെട്ര. അതുപോലെ പിന്നെ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. മാത്രമല്ല
അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ സയൻസ് ബുക്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളും സയൻസിൻ്റേതായ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും റെക്കോർഡ്സും വെച്ച് കഴിഞ്ഞാൽ അതും മാത്രം സെറ്റ് ഓഫ് ഓൾ സയൻസ് ബുക്സ് ആയി. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് ബുക്സ്, അതിൽ എന്ത് വെക്കാം, ലാംഗ്വേജിൻ്റേതായ എല്ലാ ടെക്സ്റ്റുകളും നോട്ടുകളും വെക്കുകയാണെങ്കിൽ അതൊരു ലാംഗ്വേജ് സെറ്റായി. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഒരേ ഒബ്ജക്റ്റിനെ തന്നെ പല ഗ്രൂപ്പുകളിൽ വരുന്ന പോലെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് വളരെ ഒരു ഈസി ചാപ്റ്ററാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫർദർ അപ്ലിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. ഈ വക കാര്യങ്ങളാണ് സെറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സെറ്റുകൾ. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ വാട്സപ്പിൽ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ, അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഓർഗനൈസ്ഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്താണ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണ്. നമ്മുടെ ഹോൾ മൊബൈൽ ഫോണിലെ ഡാറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. നമ്മൾ ഏതൊരു സാധനം എടുത്താലും, ഫയൽ മാനേജർ എടുത്താലും, ഗാലറി എടുത്താലും, വാട്സപ്പ് എടുത്താലും, അവിടെ എല്ലാവിടെയും പല പല ഫോൾഡേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഐറ്റംസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഓരോ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, ഓരോ സബ്സെറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ്സും കുറേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഹയർ ആപ്ലിക്കേഷനാണ് വെൻ ഡയഗ്രാം. അതൊക്കെ നമ്മളിനി ഫർദർ ചാപ്റ്റർ എടുക്കുമ്പോൾ കാണും. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റ് എന്ന പാഠത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഫർദർ അപ്ലിക്കേഷൻസ് ഇനി ഇപ്പോൾ ബിടെക്കിന് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ PG ഡിഗ്രി പോകുന്നവരാണെങ്കിൽ ലോട്ട് ഓഫ് അപ്ലിക്കേഷൻസ് ഫോർ സെറ്റ്. ഓക്കെ, അവിടെ എല്ലാം നമ്മൾ സെറ്റ് യൂസ് ചെയ്യും. അതുപോലെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ സെറ്റോ അല്ലെങ്കിൽ സെറ്റിൻ്റെ വേർഡ്സും കാര്യങ്ങളായിട്ടൊന്നും ഫെമിലിയർ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ തിയറി സെക്ഷൻ അങ്ങനെ പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കും. ഓക്കെ, സീ യു അഗെയിൻ. താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രീൻ ബോൾ.